കാരണം നമ്മളിങ്ങനെ നിന്നാൽ പോരാ, ബോളിൽ നോക്കിയാൽ മാത്രം പോരാ, നമ്മൾ ബോളിൽ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ആരൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോഴാണ് ഈ ബോൾ എങ്ങോട്ട് പാസ് ചെയ്താലും നമ്മുടെ പൊസിഷൻ കറക്റ്റായിട്ട് വരണം. ജയകുമാർ എസ്, ഹോക്കിയിലെ മുൻനിര താരങ്ങളെ സമ്മാനിച്ച കോച്ച്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കയ്യിലേന്തിയതാണ് ഹോക്കി സ്റ്റിക്ക്. കളിമികവ് കൊണ്ട് 18ാം വയസ്സിൽ തപാൽ വകുപ്പിൽ സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം. പിന്നീട് നീണ്ട 18 വർഷം സംസ്ഥാന ഹോക്കി ടീമിനെ പ്രതിനിധീകരിച്ചു. അതിൽ 4 വർഷം നായകത്വം ഏറ്റെടുത്തു. എൻ്റെ 6ാം ക്ലാസ്സിൽ വെച്ച് കളി തുടങ്ങിയതാണ്. അങ്ങനെ എനിക്ക് 18 വയസ്സായപ്പോഴത്തേക്കും എനിക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയ. 18 വയസ്സായപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ നാഷണലിൽ ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്ത സമയത്താണ് അപ്പോയിൻമെൻ്റ് ആയത്. പിന്നെ അവിടെ നിന്നാണ് ബാക്കി ജേണിയെല്ലാം തുടങ്ങുന്നത്. തനിക്കിണങ്ങിയ ഹോക്കി സ്റ്റിക്ക് ഭാവി തലമുറയ്ക്ക് കൂടി പകരാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. അങ്ങനെ പരിശീലന കുപ്പായം അണിഞ്ഞു. GV രാജയിൽ ഡെപ്യൂട്ടേഷനിലെത്തിയതോടെ സ്ഥിതി മാറി. PR ശ്രീജേഷ് അടക്കം ഒരുപിടി താരങ്ങൾ ഈ പരിശീലനയിലൂടെ പിറന്നു. അങ്ങനെ കോച്ചിങ് ഫീൽഡിൽ വന്ന് കേരള യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ ആർമി, അതുപോലെ കേരള സ്റ്റേറ്റ് സ്കൂൾ ടീംസ് ഇവരെല്ലാം കോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് GV രാജയിലേക്ക് അവിടെ കോച്ചസിൻ്റെ ഷോർട്ടേജ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ച് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കുള്ള എൻ്റെ ട്രെയിനിങ്ങിൻ്റെ കരിയർ തുടങ്ങുന്നത്. പാസ് കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കും? പാർട്ണർ കൊടുക്കും. അപ്പോൾ പാർട്ണർ കൊടുക്കണമെങ്കിൽ പുഷ് എങ്ങനെ ചെയ്യണം? പ്രോപ്പറായിട്ട് ചെയ്യണം. 2006 മുതൽ 2008 വരെ ജൂനിയർ ഹോക്കി ദേശീയ ടീമിന്റെ പരിശീലകനായിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചാലും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഹോക്കിയെ വിട്ടുടിയില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ഒട്ടേറെ താരങ്ങളെ സമ്മാനിക്കണം. അതിനായി പുതിയ പരിശീലകരെ കണ്ടെത്തണം. എപ്പോഴും നമ്മൾ മാത്രം കോച്ച് ചെയ്താൽ പോരാ, നമുക്ക് അടുത്ത തലമുറ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടി പുതിയ കോച്ചസിനെ ട്രെയിൻ ചെയ്തെടുക്കണം. കേരളത്തിൽ ഒളിമ്പിക് മെഡലുള്ളത് ഹോക്കിക്ക് മാത്രമേ ഉള്ളൂ. 3 ഒളിമ്പിക് മെഡൽ, 3 ഒളിമ്പിക് ഹോക്കിക്കാണ്. അതിൽ 2 ശ്രീജേഷും 1 മാനുവൽ ഫെഡറിക്സുമാണ്. അതിൽ ശ്രീജേഷ് ആദ്യം ആ മെഡൽ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും മെമ്മറബിൾ ഡേ എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും മറക്കാനും പറ്റത്തില്ല. ഇനി ഒരു ശ്രീജേഷ് കൊണ്ട് നമുക്ക് അവസാനിക്കുന്നില്ല. അപ്പം നമുക്ക് ഇനി പുതിയ ശ്രീജേഷിനെയും അതുപോലെ ഇനി വിമൻസ് സെക്ഷനിൽ നമുക്ക് കുട്ടികളെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ശരിക്കും കേരളത്തിൽ വിമൻസ് ഹോക്കിക്ക് പെർഫോമൻസ് കൂടുതലാണ്. വിശ്രമ ജീവിതത്തിലേക്ക് കിടക്കുന്ന ജയകുമാർ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം അദ്ദേഹത്തിന് ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.